ഹലോ എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ ടാസിൽസ് ആണ് കേട്ടോ തയ്ക്കാൻ പോണത്. അപ്പോൾ എൻ്റെ കുർത്തയിൽ കാണാമല്ലോ 5 ടാസിൽസ് ഉണ്ട്. ഈ 5 ടാസിൽസ് തയ്ക്കാൻ മാക്സിമം ഒരു 2 hours, അതിൽ കൂടുതൽ എടുക്കത്തേയില്ല, ഈവൻ ബിഗിനേഴ്സിന് പോലും. അപ്പോൾ നിങ്ങൾക്ക് ഇത് പഴയ കുർത്തയിലോ ഓൾറെഡി സ്റ്റിച്ച്ഡ് കുർത്തയിലോ അല്ലെങ്കിൽ പുതിയ മെറ്റീരിയലാണെങ്കിലും തയ്ക്കാവുന്നതേ ഉള്ളൂ. ഫ്രെയിം ഇടാൻ ബുദ്ധിമുട്ട്, അങ്ങനെ ഒത്തിരി വലിഞ്ഞിരിക്കണം, അങ്ങനെയുള്ള കുഴപ്പങ്ങളൊന്നുമില്ല. പെട്ടെന്ന് തന്നെ തയ്ച്ചെടുക്കാം. അപ്പോൾ അതിന് മുമ്പ്, വീഡിയോയിലോട്ട് പോണതിന് മുമ്പ്, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് എഴുതുക. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യുക. അപ്പോൾ നമുക്ക് മെയിൻ കണ്ടൻറ്റിലോട്ട് പോകാം. ഇപ്പോൾ ടാസിൽസ് തയ്ക്കാൻ നമുക്ക് ഡിസൈൻ്റെ ആവശ്യമൊന്നുമില്ല. എന്തോരം ലെങ്ത്ത് ടാസിൽസിന് വേണമെന്ന് നമുക്കൊന്ന് മനസ്സിലറിഞ്ഞ് വെച്ചാൽ മതി. അപ്പം ഞാൻ ഇവിടം വരെ ടാസിൽസിന് ലെങ്ത്ത് എടുക്കാനാണ് ഉദ്ദേശിച്ചത്. അപ്പം അതിൻ്റെ തൊട്ട് മേളിൽ ഒരു സേഫ്റ്റി പിൻ കുത്തുക. ഞാനത് കാണിച്ചു തരാം എങ്ങനെയാണ് സേഫ്റ്റി പിൻ കുത്തുന്നതെന്ന്. പിന്നെ ഇവിടം വരെയാണ് ആ ടാസിൽസിന് ലെങ്ത്ത് എന്നുണ്ടെങ്കിൽ ഞാൻ തൊട്ട് മേളിലായിട്ട് ഇവിടെ കുത്താൻ പോവുകയാണേ. അപ്പം ഇങ്ങനെ എന്തോരം വീതിയിലാണ് ടാസിൽ വേണ്ടതെന്ന് വെച്ചാൽ അത്രയും തുണി എടുത്തിട്ട് പിന്ന് കുത്തുക. ഇത്ര വലിയ പിൻ വേണമെന്നൊന്നുമില്ല കേട്ടോ. എൻ്റെ കയ്യിൽ ചെറിയ പിൻ ഇല്ലാത്തതുകൊണ്ട് ഞാൻ അതെടുത്തുന്നേ ഉള്ളൂ. നിങ്ങളുടെ കയ്യിലുള്ള ഏത് പിന്നാന്ന് വെച്ചാൽ അതെടുത്താൽ മതി. എന്നിട്ട് നമുക്ക് ഇപ്പം ഇവിടെ നിന്നാണ് ഞാൻ തുടങ്ങുന്നത്. അപ്പം ഇവിടെ നിന്ന് ഇത് 6 strands ഉണ്ട് കേട്ടോ. ത്രെഡ്, ആങ്കറിൻ്റെ ത്രെഡ് എടുത്തേക്കുന്നത്. പിന്നിൻ്റെ അടിയിൽ കൂടെ എടുക്കുക. എന്നിട്ട് ഇതിൻ്റെ അടുത്ത് തന്നെ, അല്ലെങ്കിൽ ആ ഹോളിൽ തന്നെ കുത്തിത്താത്തുക. ഇങ്ങനെ തൊട്ടടുപ്പിച്ച് തന്നെ ഒരു എന്തോരം വീതിയിൽ അല്ലെങ്കിൽ കട്ടിയിലാണ് ടാസിൽ വേണ്ടതെന്ന് വെച്ചാൽ അത്രയും വട്ടം ഈ പിന്നിൻ്റെ ഇടയിൽ കൂടെ ഇങ്ങനെ ചെയ്യുക. ഇത് ഇങ്ങനെയൊക്കെ പോകുമ്പോൾ ഒന്ന് നേരെ വെച്ചാൽ മതി. അപ്പം ഞാനിതോടെ നിർത്തുവാണ് ടാസിൽ, പിന്നിൻ്റെ ഇടയിൽ കൂടെ എടുക്കുന്നത്. അത് നമുക്ക് എൻഡ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. അപ്പം ഞാൻ എൻ്റെ കുർത്തയിൽ സെയിം കളർ തന്നെയാണ് ഇവിടെ തയ്ച്ചേക്കുന്നത്. അത് സെയിം കളർ വേണ്ട, വേറെ ഇപ്പം കളറാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ കോൺട്രാസ്റ്റ് കളേഴ്സാണ് വേണ്ടതെന്ന് വെച്ചാൽ ആ കളർ എടുത്തിട്ട് സൂചിയിൽ കോർത്തിട്ട് ഇങ്ങനെ എടുത്ത് ഇങ്ങനെ ഒന്ന് ചെയ്താൽ മതി. അങ്ങനെ ഒന്ന് ഉടക്കി വെച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ സിസേഴ്സ് എടുത്തിട്ട് കണ്ടിക്കാം. പിന്നീന്ന് ത്രെഡ് എടുക്കാം. നമുക്ക് ഇങ്ങനെ വെച്ചിട്ട് സിസേഴ്സ് എടുത്തിട്ട് എല്ലാത്തിൻ്റെ അടിയിൽ കൂടെ സിസേഴ്സ് കൊണ്ടുപോയിട്ട് കട്ട് ചെയ്യുക. കട്ട് ചെയ്തു. ഇനി നമുക്ക് പിന്നൂരിയെടുക്കാം. ഇത് സൂചി വെച്ച് തന്നെ നമുക്ക് ഒന്ന് വിടർത്തിയെടുക്കാം ത്രെഡെല്ലാം. ഇതിപ്പം കട്ട പിടിച്ചല്ലേ ഇരിക്കണം. അതിന് മുമ്പ് ഞാനിതൊന്ന് തയ്ച്ച് തീർക്കാം. താഴത്തെ ഇപ്പം പൂക്കൾ പോലെയാണ് തയ്ക്കണമെന്നുണ്ടെങ്കിൽ ഗ്രീൻ കളറാണ് താഴെ കൊടുക്കണമെങ്കിൽ ഗ്രീൻ കളറായിട്ടും കൊടുക്കാം. ഈ ടാസൽസ് ഈ സൂചി വെച്ചിട്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ മുടി ചീവണ ചീപ്പ് വെച്ചിട്ടാണെങ്കിലും ഇങ്ങനെ ഒന്ന് വിടർത്തിയെടുക്കുക ത്രെഡെല്ലാം. ഇപ്പോൾ എല്ലാ 6 strands ഒട്ടിപ്പിടിച്ചല്ലേ ഇരിക്കുന്നത്, അതൊന്ന് വിടർത്തിയെടുക്കുക ഇങ്ങനെ ചെയ്ത്. അപ്പോൾ കുറച്ചും കൂടെ ഭംഗി കിട്ടും. പിന്നെ ലെവൽ ചെയ്യണമെങ്കിൽ ത്രെഡ് ലെവലിലല്ല ഇരിക്കണമെന്നുണ്ടെങ്കിൽ മേളിൽ അതൊന്ന് ലെവൽ ചെയ്യുക. നിങ്ങളുടെ ലെങ്ത്തിലോട്ട് ആക്കണമെങ്കിൽ, ഇതിപ്പോൾ കൂടുതൽ ലെങ്ത് ആണെന്നുണ്ടെങ്കിൽ കട്ട് ഷോട്ട് ചെയ്യണം, ഇത്രയും കട്ട് ചെയ്യണമെന്ന് വെച്ചാൽ അതും. ഇതിങ്ങനെ ഏറ്റവും നല്ലത് ഒരു ചീപ്പുണ്ടെങ്കിൽ ചീപ്പ് വെച്ചിട്ട് ഇങ്ങനെ കോംപ് ചെയ്താൽ മതി. ത്രെഡിൻ്റെ മേളിൽ കൂടെ നല്ലതായിട്ട് വരും. അപ്പം ടാസിലുണ്ടാക്കി കഴിഞ്ഞു. ഇനി താഴെ ഞാൻ എൻ്റെ ഇതിൽ തയ്ച്ചേക്കുന്ന റണ്ണിങ് സ്റ്റിച്ചാണ്. അതും 6 strands വെച്ചിട്ട് തന്നെയാണ് തയ്ക്കുന്നത്. എത്രയേ ഉള്ളൂ. ഞാൻ എൻ്റെ കുർത്തയിൽ ഈ സെയിം ഡിസൈനാണ് തയ്ച്ചിരിക്കുന്നത്.
പെട്ടെന്ന് എത്ര പെട്ടെന്ന് ടാസിൽസ് തയ്ച്ചു കഴിഞ്ഞ് നോക്കി. അപ്പോൾ എല്ലാവരും കണ്ടല്ലോ ടാസിൽസ് എത്ര എളുപ്പത്തിലാണ് തയ്ക്കാൻ പറ്റണമെന്ന്. നമുക്ക് പെട്ടെന്ന് തന്നെ ഒരു ചുരിദാറിൽ തയ്ച്ച് തീർക്കാം. വലിയ പാടുള്ള കാര്യമൊന്നുമല്ല, പെട്ടെന്ന് തന്നെ തയ്ച്ച് തീരും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക. അടുത്ത ദിവസം അടുത്ത വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ.